അനുമതിയില്ലാതെ ജീവനക്കാരുടെ PF-ൽ നിന്ന് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ കോടികൾ വകമാറ്റിയെന്ന ഓഡിറ്റ് വിഭാഗം കണ്ടെത്തൽ. 3.26 കോടി രൂപ വകമാറ്റി ചെലവഴിച്ചു എന്നാണ് കണ്ടെത്തൽ. 150ഓളം ജീവനക്കാരുടെ അക്കൗണ്ടിലാണ് തിരിമറി നടത്തിയത്. 1 രൂപ പോലും തിരിച്ചടച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വർഷങ്ങളായി PF അക്കൗണ്ടിലേക്ക് വരുന്ന തുകയുടെ വിവരങ്ങൾ ജീവനക്കാർക്ക് ലഭിക്കുന്നില്ല എന്നും പരാതി. ന്യൂസ് മലയാളം ബ്രേക്കിംഗ്. സനിറ്റയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സനിറ്റ, ജീവനക്കാരുടെ അവകാശം ലംഘിക്കുന്നു എന്നുള്ളതാണ്. PF അടയ്ക്കുന്നില്ല, അതും ഈ സർക്കാർ അറിയാതെയാണ് സ്പോർട്സ് കൗൺസിൽ ഇത്തരത്തിൽ കോടികൾ വകമാറ്റിയത്. ഇതിൽ എന്താണ് ഏറ്റവും നിർണായകമായി പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ? സ്വാതി, തീർച്ചയായിട്ടും തൊഴിലാളികളുടെ അല്ലെങ്കിൽ ജീവനക്കാരുടെ ഇത്തരത്തിൽ PF ഫണ്ടിൽ നിന്നാണ് ഇത്തരത്തിൽ വലിയ അഴിമതി ഇപ്പോൾ സ്പോർട്സ് കൗൺസിൽ നടത്തിയിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, മുൻകാലങ്ങളിൽ പൈക്ക ഫണ്ട് തട്ടിപ്പിന് പിന്നാലെയാണ് ഇപ്പോൾ സ്പോർട്സ് കൗൺസിലിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ ഇപ്പോൾ ഇത്തരത്തിൽ PF-ന്റെ തിരിമറി നടത്തിയതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇത്തരത്തിൽ ഓഡിറ്റിങ്ങിലൂടെയാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് 150ഓളം സ്ഥിര ജീവനക്കാരുടെ PF-ൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു തിരിമറി നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, സർക്കാരിന്റെ അനുമതി ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ ഉണ്ടായെങ്കിൽ പോലും ഇത്തരത്തിൽ ജീവനക്കാരുടെ PF-ൽ നിന്നും ഇത്തരത്തിൽ ഒരു വകമാറ്റൽ നടത്താൻ കഴിയില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ ഒരു വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളായി ഇത്തരത്തിൽ ജീവനക്കാരുടെ ഓഡിറ്റ് അല്ലെങ്കിൽ ഇത്തരത്തിൽ PF വിവരങ്ങൾ, അക്കൗണ്ടിലെ PF-ലേക്ക് എത്തുന്ന വിവരങ്ങൾ ഇവർക്ക് അറിയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇത്തരം ഒരു വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുന്നേ തന്നെ കായിക വികസനത്തിനായുള്ള കേന്ദ്ര വിഹിതമായ പൈക്കയിലും 12ഓളം കോടി രൂപയുടെ അഴിമതി സ്പോർട്സ് കൗൺസിൽ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഭരണസമിതി നടത്തിയിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ കായിക മന്ത്രി OJ ജെയിംസ് തന്നെ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ അന്വേഷണ പ്രഖ്യാപനം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജീവനക്കാരുടെ PF-ലും ഇത്തരത്തിൽ ഒരു തിരിമറി നടത്തിയിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും ഇത് വീണ്ടും കഴിഞ്ഞ സർക്കാർ നിയമിച്ച ഭരണസമിതിയെ വീണ്ടും പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയമാണ്. എന്തായാലും ഇതിൽ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വകുപ്പിന്റെ ഭാഗത്തുനിന്നും, കായിക വകുപ്പിന്റെ ഭാഗത്തുനിന്നോ OJ ജെയിംസിന്റെ ഭാഗത്തുനിന്നോ കൂടുതൽ പ്രതികരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്തായാലും കഴിഞ്ഞ സർക്കാർ നിയമിച്ച ഭരണസമിതിയെ വീണ്ടും പ്രതിരോധത്തിലാക്കുന്ന ഒരു വാർത്ത തന്നെയാണിത്. സ്വാതി. ശരി സനിറ്റ, എന്തായാലും ജീവനക്കാരുടെ ഭാഗത്തു നിന്നും അവരുടെ PF തട്ടിക്കൊണ്ടാണ് വലിയ അഴിമതി ഉണ്ടായിരിക്കുന്നത്. ഇതിൽ കൂടുതൽ വിവരങ്ങൾ, ഇതിൽ നടപടി ഒക്കെ ഉണ്ടാകേണ്ടതാണ്.